അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വബില്ലാഹി തൗഫീഖ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമസൃണരായ സഹജനങ്ങളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു ഈദ് മുബാറക് ആശംസിക്കുകയാണ്. ഈദുക്കും ഈദുൻ ത്വയ്യിബ്, ഈദുൻ മുബാറക്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. പെരുന്നാൾ എന്ന് പറയുമ്പോൾ ആ ഒരു നാമത്തിൽ തന്നെ കിടക്കുന്നുണ്ട്, അത് പെരും നാളാണ്. അതുകൊണ്ട് തന്നെ സാമോദം നമ്മുടെ ആഘോഷ പരിപാടികളിൽ നമുക്ക് വ്യാപൃതരാകാനും 30 ദിവസക്കാലം ഉണ്ടായിരുന്ന റമളാൻ എന്ന് പറയുന്ന വസന്തോത്സവത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യങ്ങളുടെ ബഹിസ്ഫുരണങ്ങളെ നെഞ്ചേറ്റി ആഹ്ലാദഭരിതമായ അനുവദിക്കപ്പെടുന്ന എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളുടെ പരിധികളിലേക്കും കടന്നു ചെന്ന് കുടുംബ ബന്ധങ്ങളെ ഒന്നുകൂടി വിളക്കി ചേർക്കാനും സൗഹൃദങ്ങളെ രൂഢമൂലമാക്കാനും അയൽപ്പക്ക ബന്ധങ്ങൾക്കിടയിൽ ഗാഢത വർദ്ധിപ്പിക്കുവാനും എല്ലാ വിഭാഗം ജനങ്ങളോടും ഒത്തൊരുമയോടുകൂടെ പെരുമാറി ഒരു മാനവിക സൗഹൃദ സന്ദേശം മുഴക്കാനും ഒക്കെയുള്ള പ്രചോദനമാകേണ്ട ഒരു ദിവസമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികൾക്കിടയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ രണ്ട് പെരുന്നാൾ തന്നെയാണ്. അതുകൊണ്ട് ഈദ് എന്നുള്ള അറബി വാക്കിൻ്റെ അർത്ഥം തന്നെ ഫെസ്റ്റിവൽ അഥവാ ആഘോഷം എന്നാണ്. ഈദ്, അതിൽ ഈദുൽ ഫിത്തറും ഉണ്ട്, ഈദുൽ അൽഹയുമുണ്ട്. ഈദുൽ അൽഹ ബലിപെരുന്നാളാണെങ്കിൽ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് ഫിത്തർ സക്കാത്ത്, മനുഷ്യനെ സാമ്പത്തികമായിരിക്കുന്ന അവൻ്റെ സക്കാത്ത് നിർബന്ധമായ പോലെ തന്നെ അവൻ്റെ ശാരീരിക ശുദ്ധീകരണത്തിന് ഫിത്തർ സക്കാത്ത് അഥവാ സക്കാത്തുൽ അബ്ദാൻ, സക്കാത്തുൽ ബദൻ, ശരീരത്തിൻ്റെ സക്കാത്ത് എന്നൊക്കെ പേരുള്ള ഫിത്ർ സക്കാത്ത് മിൻ ഗാലിബി ഖൂത്തിൽ ബലദ്, ഒരു നാട്ടിലെ മുഖ്യ ധാതു പദാർത്ഥം അല്ലെങ്കിൽ മുഖ്യ ധാന്യം ആഹാര പദാർത്ഥം ഏതാണോ ആ ആഹാര വസ്തുക്കളെ ഒരാൾക്ക് ഇത്ര വീതം നൽകി അദ്ദേഹം മറ്റുള്ളവരിലേക്ക് ദാനം ചെയ്യും. ഗാലിബി ഖൂത്തിൽ വലത്, അത് ഒരു സ്വായ് നൽകി ഏകദേശം 300 ലിറ്റർ ആണ് അതിൻ്റെ അളവ്. ആ ഒരു അളവ് വെച്ചിട്ട് അർഹിക്കുന്ന ആളുകളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്താലേ നമ്മുടെയൊക്കെ അതുപോലെ തന്നെ നാം ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും സക്കാത്തുൽ ബദൻ അഥവാ ഫിത്തർ സക്കാത്ത് വീടുകയുള്ളൂ എന്നുള്ളതാണ് മതം നമ്മളെ ഉദ്ഘോഷിക്കുന്നത്. അഥവാ റമളാനിലൂടെ തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ സാമ്പത്തികമായ വിനിമയങ്ങൾ അർഹിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഒരാളും പെരുന്നാൾ ദിവസം, പ്രത്യേകിച്ച് 30 ദിവസം വ്രതാനുഷ്ഠാനികളായിട്ട് നമ്മൾ ജീവിച്ചതാണ്, ആ 30 ദിവസത്തിൻ്റെ പരിസമാപ്തി എന്ന രീതിയിൽ ഒരു ആഘോഷം വരുമ്പോൾ ആ ആഘോഷ പരിപാടിക്കിടയിൽ നമ്മുടെ പരിസരത്ത് ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന ഒരു നിഷ്കർഷത ഇതിനകത്ത് ഇസ്ലാം വെച്ചു പുലർത്തുന്നുണ്ട്. അപ്പോൾ പെരുന്നാൾ എന്ന് പറയുന്നത് ലൈസൽ ഈദു ബിൽ ഉദദി വൽ അദീദ് വല ബിൽ ലുബ്സിൽ ജദീദ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പെരുന്നാളുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളിൽ പഴയകാലം മുതലേ ഉദ്ഘോഷിക്കുന്ന ഒരു പ്രഖ്യാപനമാണിത്. എന്ന് പറഞ്ഞാൽ പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മളൊരുപാട് മോടിയുള്ള അല്ലെങ്കിൽ പളപ്പളപ്പുള്ള വസ്ത്രങ്ങൾ അണിയലും നമ്മൾ പുറംപോച്ചുകളെ കാണിക്കലും അല്ല പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. അതൊക്കെ പെരുന്നാളിൻ്റെ ആനന്ദങ്ങളിലുള്ള ചില അവശേഷിപ്പുകളാണ്. പക്ഷേ അതുപോലെ തന്നെ ഈദ് എന്ന് പറയുന്നത് ആളുകളെ ഹൃദയപരതയോടുകൂടെ ഉൾക്കൊള്ളലാണ്. അപ്പോഴാണ് പെരുന്നാളാവുകയുള്ളൂ. അപ്പോൾ പെരുന്നാളിന് മൊഞ്ചുണ്ട്, മൈലാഞ്ചി മൊഞ്ചു പോലെ അകത്തളങ്ങളിൽ പ്രസരിപ്പ്, അതുപോലെ തന്നെ ഊഷ്മളത, സൗഹൃദ ബന്ധങ്ങളുടെ മനോഹാരിത, ഇതൊക്കെ വീണമീട്ടുമ്പോഴാണ് നമ്മുടെ പെരുന്നാളായി മാറുന്നത്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാനും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മത വൈജാത്യങ്ങൾക്കും ഒക്കെ അതീതമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനും നമ്മുടെ പെരുന്നാൾ നമുക്ക് സഹായകമാകണം, പ്രചോദനമാകണം. അതിൽ നിന്ന് കിട്ടിയ കടഞ്ഞെടുത്ത വിശുദ്ധ റമളാനിൽ നിന്ന് നാം സംഭരിച്ചെടുത്ത ഈ ഒരു ആധ്യാത്മികതയുടെ ചൈതന്യം പെരുന്നാളിൻ്റെ ദിവസം നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ പ്രശോഭിക്കുകയും നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ പ്രകാശിക്കുകയും ചെയ്യണം. അങ്ങനെ അകത്തും പുറത്തും പെരുന്നാൾ മൊഞ്ചുള്ള ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് മാറാൻ സാധ്യമായാൽ അതുതന്നെയാണ് മറ്റുള്ളവരോട് നമുക്ക് ചെയ്യാനുള്ള കടപ്പാട്. മറ്റുള്ളവരോടുള്ള കടപ്പാട് തന്നെയാണ് നാഥനോടുള്ള കടപ്പാട്. അതുകൊണ്ട് ഇദ്ഖാലു സുറൂറി ഫി ഖുലൂബിന്നാസ്, നമ്മൾ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ
നമ്മളായിട്ട് ചില സന്തോഷങ്ങളെ, ചില ഉന്മാദങ്ങളെ, ചില ഉന്മേഷങ്ങളെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ വാക്കുകൾക്കും ഏതെങ്കിലും രീതിയിൽ സാധ്യമായാൽ അത് തന്നെയാണ് പെരുന്നാൾ മൊഞ്ച്. എല്ലാവർക്കും ഒരു ഹൃദ്യമായ പെരുന്നാൾ ആശംസ നേരുകയും നാഥനായ തമ്പുരാൻ നമ്മളിൽ നിന്ന് നമ്മുടെ പെരുന്നാളിനെ, നമ്മുടെ ഇത്രയും കാലത്തുള്ള ഒരു മാസക്കാലം നീണ്ടുനിന്ന നമ്മുടെ ആധ്യാത്മികമായ ആരാധനാ സവിശേഷ പ്രവർത്തനങ്ങളെ, പ്രാർത്ഥനകളെ, ദിക്റുകളെ, നമ്മുടെ എഴുത്തികാഫുകളെ, നമ്മുടെ തിലാവത്തുൽ ഖുർആനിനെ, നമ്മുടെ ദാനധർമാദി കർമ്മങ്ങളെ, നമ്മൾ മറ്റുള്ളവരെ ഏറ്റുപിടിച്ചു നടന്ന നമ്മുടെ സുന്ദരമായ സുഹൃതങ്ങളെ എല്ലാം നാഥനായ തമ്പുരാൻ നമ്മളിൽ നിന്ന് സഫലീകരിക്കുകയും രണ്ട് ലോകത്തേക്കുമുള്ള ഒരു മുതൽക്കൂട്ടായി അള്ളാഹു നമ്മളിൽ നിന്ന് അതിനെ സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഉപസംഹരിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.